ജർമ്മൻ ഫുട്ബോളിൽ പുതുചരിത്രം പിറന്നു. ബുണ്ടസ്ലീഗയിൽ ഒറ്റക്കളിയും തോൽക്കാതെ ബയർ ലെവർക്യൂസൻ 5 മത്സരം ശേഷിക്കെ ചരിത്രത്തിൽ ആദ്യമായി കിരീടം സ്വന്തമാക്കി. 11 വർഷം നീണ്ട ബയൺ മ്യൂണിക്കിന്റെ ആധിപത്യം തകർത്തതിനു പിന്നിൽ ഒരേ ഒരു പേരാണ് നിറഞ്ഞു നിൽക്കുന്നത്: സാബി അലോൺസോ. 2022 ഒക്ടോബറിൽ സാബി പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ബയർ ലെവർക്യൂസൻ തരംതാഴ്ത്തൽ ഭീഷണി നേരിടുകയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് വമ്പൻ താരങ്ങളൊന്നുമില്ലാതെ ലെവർക്യൂസനെ ചരിത്ര നേട്ടത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു സാബി അലോൺസോ. 18 മാസത്തിനപ്പുറം സ്വപ്നം കാണാവുന്നതിനപ്പുറമുള്ള തിളക്കത്തിൽ ബയർ ലെവർക്യൂസൻ ജർമ്മൻ ചാമ്പ്യന്മാർ. ജർമ്മൻ കപ്പും യൂറോപ്പ ലീഗ് കിരീടവും സ്വന്തമാക്കി ട്രിപ്പിൾ തികയ്ക്കുകയാണ് സീസണിൽ ആകെ കളിച്ച 43 മത്സരത്തിലും തോൽവി അറിയാത്ത സാബിയുടെയും ലെവർക്യൂസന്റെയും ലക്ഷ്യം. ബയേണിൽ പെപ് ഗാർഡിയോള, റയൽ മാഡ്രിഡിൽ ജോസെ മൗറിഞ്ഞോ, കാർലോ അഞ്ചലോട്ടി, ലിവർപൂളിൽ റാഫ ബെനിറ്റസ് എന്നീ പ്രഗത്ഭ പരിശീലകർക്ക് കീഴിൽ കളിച്ചിട്ടുള്ള സാബി ലോകത്തിലെ എണ്ണം പറഞ്ഞ കോച്ചുകളിൽ ഒരാളായി മാറിയത് അതിവേഗമാണ്. സാബി അലോൺസോ മികച്ച പരിശീലകനാകുമെന്ന് മൗറിഞ്ഞോ വളരെ മുന്നേ പ്രവചിച്ചിരുന്നു. ഇത് അക്ഷരം പ്രതി ശരിവെക്കുകയാണ് സാബി അലോൺസോ. സർവ്വമേഖലയിലും ബയേണിന്റെ മേധാവിത്വം പ്രകടമാകുന്ന ബുണ്ടസ്ലീഗയിൽ പലപ്പോഴും ബൊറൂസിയ ഡോർട്ട്മുണ്ട് മാത്രമാണ് ഒരു മിന്നായം പോലെ വെല്ലുവിളിയായി എത്താറുള്ളത്. ഇതെല്ലാം പഴങ്കഥയാക്കിയാണ് അത്ര വലിയ താരപരിവേഷമൊന്നുമില്ലാതെ ബയർ ലെവർക്യൂസൻ കിരീടത്തിലേക്ക് അപരാജിതരായി കുതിച്ചെത്തിയത്. 1904 ബയർ ലെവർക്യൂസൻ എന്ന ക്ലബ് രൂപീകരിക്കുന്നത്. 5 തവണ ബുണ്ടസ്ലീഗ കിരീടത്തിനടുത്തെത്തിയതും 2001-2002 സീസണിൽ റയലിനോട് പരാജയപ്പെട്ടതോടെ പൊലിഞ്ഞുപോയ ചാമ്പ്യൻസ് ലീഗ് മോഹവും മാറ്റി നിർത്തിയാൽ ലെവർക്യൂസന് സന്തോഷിക്കാൻ അധികം നേട്ടങ്ങളില്ല. ഇങ്ങനെയൊരു ചരിത്രവും പേരുകേട്ട വമ്പൻ നിരയൊന്നുമില്ലാത്ത ലെവർക്യൂസനെ സുന്ദരമായി ഫുട്ബോൾ കളിക്കാൻ പ്രാപ്തനാക്കിയത് സാബി അലോൺസോ എന്ന പരിശീലകനാണ്. സാബിയുടെ ടാക്ടിക്കൽ ജീനിയസാണ് ലെവർക്യൂസനെ ജർമ്മൻ ഫുട്ബോളിന്റെ തലപ്പത്തെത്തിച്ചത്. തുടക്കത്തിൽ ഡിഫൻസീവായി കളിച്ച് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചിരുന്ന സാബി അലോൺസോ പിന്നീട് പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാണ് സ്വന്തമായിട്ടൊരു ശൈലി രൂപപ്പെടുത്തിയത്. കളിക്കാരെ കൃത്യമായി പൊസിഷൻ ചെയ്യുന്നതിന് പകരം എല്ലാ സമയത്തും എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ടീം മൂവ്മെന്റ്സ് നടത്തുന്നതാണ് അലോൺസോയുടെ ശൈലി. സാഹചര്യങ്ങൾക്കനുസരിച്ച് ടീം ഫോർമേഷനുകൾ 3-4-3, 4-2-4 എന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരാണ് കളിയുടെ കേന്ദ്ര ബിന്ദുക്കൾ. ഒറ്റനോട്ടത്തിൽ സാബിയുടെ ശൈലിയിൽ വലിയ പുതുമയൊന്നും കാണാനാകില്ല. എന്നാൽ തന്റെ ശൈലിക്കൊത്ത കളിക്കാരെ ടീമിലെത്തിച്ചും തന്ത്രങ്ങൾ അണുവിടാതെ പിഴയ്ക്കാതെ നടപ്പാക്കാനും കഴിയുന്നിടത്താണ് സാബി മജീഷ്യനായി മാറുന്നത്. ഒരു ഫസ്റ്റ് ടീമിനെ പോലും പരിശീലിപ്പിച്ച പരിചയമില്ലാതെയാണ് അലോൺസോ 2022 ഒക്ടോബറിൽ ബയർ ലെവർക്യൂസന്റെ പുതിയ പരിശീലകനായി എത്തുന്നത്. 2022-23 സീസണിൽ ബുണ്ടസ്ലീഗയിൽ തരംതാഴ്ത്തൽ മേഖലയിൽ നിന്നും ലെവർക്യൂസനെ 6ാം സ്ഥാനത്തെത്തിച്ച് സാബി വരവറിയിച്ചു. ഇത്തവണ യൂറോപ്പിൽ തോൽവി അറിയാത്ത ഏക ടീമെന്ന ഖ്യാതി ലെവർക്യൂസന് സ്വന്തം. ഫ്ലോറിയൻ വിർട്സ്, ഗ്രാനിറ്റ് ഷാക്ക, ബോണിഫേസ്, ഗ്രിമാൾഡോ, ജെർമി ഫ്രിപ്പോങ് എന്നിവരാണ് സാബിയുടെ ആവനാഴിയിലെ പ്രധാന ആയുധങ്ങൾ. ഇവരെയെല്ലാം ചതുരംഗ കപ്പലിലെ കരുക്കളെ പോലെ ടച്ച് ലൈനിലിരുന്ന സാബി നിയന്ത്രിച്ചപ്പോൾ ജർമ്മൻ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ബയർ ലെവർക്യൂസന് മുന്നിൽ കീഴടങ്ങി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.